أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه ബഹുമാനമുള്ള സിപ്പറ്റിന്റെ അധ്യാപകരെ, അൽഹംദുലില്ലാഹ് നല്ലൊരു ടീമാണ് ഇവിടെ ഉള്ളത്. പല രീതിയിലുള്ള കോഴ്സുകൾ നടത്തുന്ന ആൾക്കാരാണ്. അതിന് ഇൻസ്ട്രക്ടേഴ്സ് ആണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ടീച്ചിങ്ങിനൊക്കെ കൂടുതൽ റിസൾട്ടും എഫക്റ്റും നൽകുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ലളിതമാക്കി പറയാൻ നമ്മൾ ശ്രമിക്കണം, നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ, പോയിന്റുകൾ. രണ്ടാമത്തെ വിഷയം, ഒരു വിഷയത്തിന്റെ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിന്റെ താഴോട്ട് അതിനെ വെള്ളം ചേർത്ത് ലളിതമാക്കുക എന്ന് പറഞ്ഞത് അസാധ്യമായിരിക്കും. ഒരു ഓവർ സിംപ്ലിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുകയും അത് ആ വിഷയത്തെ ബാധിക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യം ഒരുപോലെ പ്രധാനമാണ്. അപ്പൊ ഒരു തുടക്കം എന്നുള്ള നിലക്ക് പറഞ്ഞേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് നമ്മൾ അഖീദ ക്ലാസ് എടുക്കുന്നവരുണ്ട്, തസൗഫ് ക്ലാസ് എടുക്കുന്നവരുണ്ട്. നമ്മൾ പുതിയ കാലത്തും ഒക്കെ എല്ലാം വ്യത്യസ്തമായി കാണുന്ന ഒരു രീതി ഉണ്ട്. ഇപ്പോൾ പടച്ചോൻ വേറെ, പടച്ചോന്റെ കൽപ്പനകള് പടച്ചോനോട് ഉണ്ടായിക്കോട്ടെ, പക്ഷെ പടച്ചോൻ അങ്ങനെ കൽപ്പിക്കണം എന്നില്ല. അതാണ് ഒന്ന്. രണ്ട്, മതപരമായ വിദ്യാഭ്യാസം വേറെ, പിന്നെ മതപരമായ ബോധം വേറെ, വിദ്യാഭ്യാസം വേറെ. വിദ്യാഭ്യാസം കരിയർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. മതബോധം അത് വേറെ തന്നെ പോകും. അത് രണ്ടും ഒരുപോലെ. വിദ്യാഭ്യാസം കരിയർ ബേസ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്ന ആളുകൾക്ക് ഈമാൻ കൂടി വരില്ല. അതിന് അത് വേറെ തന്നെ വർക്ക് ചെയ്യണം. എന്നതുപോലെ ശാസ്ത്രം വേറെന്തോ ഒരു കാര്യം. പടച്ചോനും ദൈവശാസ്ത്രവും ഇലാഹിയാത്തും തിയോളജിയും, പടച്ചോനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് മറ്റൊരു കാര്യം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനാവശ്യമായ വേർതിരിവുകൾ നമ്മളുടെ ഇടയിൽ കാണാം. നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയകളിൽ, അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാരങ്ങളിൽ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ചിന്തകളിലൊക്കെ കാണാം. അതിന് കാരണം നമ്മൾ വായന കുറവായതുകൊണ്ടും കാര്യങ്ങളെ നമ്മൾ നിജസ്ഥിതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ടുമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളും കൂടി നമ്മൾ പരിഹരിച്ചിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് മുമ്പിൽ അധ്യാപകരായി ഇരിക്കാൻ. അപ്പോൾ അയ്യുഹൽ വലത് എടുക്കുന്നവരുണ്ട്, തസ്ബീഹത്തുൻ നഫ്സ് എടുക്കുന്നവരുണ്ട്, അഖായിദുൽ ഇസ്ലാം എടുക്കുന്നവരുണ്ട്. കുട്ടികളുടെ ബേസ്, പഠിതാക്കളുടെ ബേസ്, ആ ബേസ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ബോധം ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ്. സ്വാലിഹ്യങ്ങളുമായുള്ള സുഹബത്തിലൂടെ ഈമാന്റെ നൂറ് ലഭ്യമാവും. അതുപോലെ തന്നെ നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ ഹിക്മത്ത് മനുഷ്യർക്ക് ലഭ്യമാവും. അപ്പോ ഇത് രണ്ടിലൂടെയും അറിവിനെ സമ്പാദിക്കണം, അള്ളാഹുവിലേക്ക് എത്തണം എന്നാണ് ഗസാലി ഇമാം ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഗസാലി ഇമാം ഇഹ്യയിൽ പറയുന്ന ഒരു കഥ, രണ്ട് രാജ്യത്തെ ചിത്രകാരന്മാർ തമ്മിൽ ചിത്രം വര മത്സരം സംഘടിപ്പിച്ചു. അങ്ങനെ നിങ്ങൾ ആ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഉദാഹരണം എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നു, അങ്ങനെ ഈജിപ്ഷ്യൻസും ചൈനീസും ആണ് എൻ്റെ ഓർമ്മ, അതോ റോമക്കാരും ചൈനക്കാരും അങ്ങനെ എന്തോ ആണ്. ഏതായാലും രണ്ട് വിഭാഗം ആളുകൾക്കും ക്യാൻവാസ് ഒരുങ്ങി ചിത്രം വരച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇത് സമർപ്പിക്കാനുള്ള സമയമായി, ചിത്രം സമർപ്പിക്കാനുള്ള സമയമായി. ആ സമയത്ത് ഈജിപ്ഷ്യൻസ് വന്നു. അവരുടെ ചിത്രത്തിന്റെ മേൽ നിന്ന് വിരി മാറ്റി മനോഹരമായ ചിത്രം പ്രത്യക്ഷപ്പെട്ടു.
അതേസമയം ചൈനക്കാര് അവരുടെ കർട്ടൻ നീക്കിയപ്പോൾ അവർ ചിത്രമൊന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവർ ആ പ്രതലം ഉരസി ഉരസി വൃത്തിയാക്കുകയായിരുന്നു. അങ്ങനെ ഈജിപ്ഷ്യൻസിന്റെ ചിത്രം ചൈനക്കാരുടെ വാളിൽ, ക്യാൻവാസിൽ വളരെ മനോഹരമായി പതിയുകയും ചൈനക്കാർ അതിൽ വിജയിക്കുകയും ചെയ്തു എന്നോ മറ്റോ ആണ് കഥയുടെ ഒരു പോക്ക്. ഏതായാലും അതിലുള്ള വസാലിമ പറഞ്ഞു തരുന്നത്, ഹൃദയം ശുദ്ധീകരിക്കുമ്പോൾ മനുഷ്യർക്ക് നേടാൻ കഴിയുന്ന അറിവിന്റെ ഒരു സ്രോതസ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇങ്ങനെയും അറിവ് നേടാം. ഇപ്പോൾ ഗ്രീക്ക് ഫിലോസഫിയുടെ തൊട്ട് ശേഷം ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകളിൽ കാണാം. അപ്പോ ഇബ്നു സീനയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു കാണാം, മനുഷ്യർക്ക് ബുദ്ധി ഉപയോഗിച്ചും അറിവ് സാധ്യമാണ്, അതുപോലെ പിന്നെ പ്രവാചകത്വം ഉപയോഗിച്ചും അറിവ് സാധ്യമാണ്. നമ്മൾ അംഗീകരിക്കാത്ത കാര്യമാണത്. ബുദ്ധി ഉപയോഗിച്ച് അള്ളാഹുവിലേക്ക് എത്താം. അപ്പൊ മുഅ്തസിലികളൊക്കെ അതിനോട് സാമ്യമുള്ള വാദങ്ങൾ പറഞ്ഞിരുന്നു. മുഅ്തസിലികൾ പറയുന്നത്, ഇപ്പൊ നന്മ തിന്മകളൊന്നും അള്ള പറഞ്ഞു തരാതെ നമുക്ക് മനസ്സിലാവില്ല എന്നാണ് അശ്അരികളെ ശരിക്കും സുന്നത്ത് കാഴ്ചപ്പാട്. പക്ഷെ മുഅ്തസിലികൾ പറഞ്ഞത്, അള്ള ഒന്നും പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും നന്മ തിന്മകൾ വേർതിരിച്ചറിയാനുള്ള പിന്നെ കപ്പാസിറ്റി മനുഷ്യർക്കുണ്ട്. ഒരു വഹയും കിട്ടിയിട്ടില്ലെങ്കിലും അവരെന്ത് ചെയ്യണം, മനുഷ്യര് അള്ളാഹുവിനെ തിരിച്ചറിയുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യണം എന്ന് പറയും. അശ്അരികൾ പറയുന്നത് ഒരിക്കലും അങ്ങനെ കഴിയില്ല. അള്ളാഹു പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് നന്മ തിന്മകളും ഹിദായത്തും ഒക്കെ കിട്ടുള്ളൂ. ഹംബലികൾ പറയുന്നത് കുറച്ചുകൂടി കൗതുകമുള്ള സംഭവമാണ്. അതായത് നമുക്ക് നന്മ തിന്മകളും മറ്റു വിഷയങ്ങളും തിരിച്ചറിയാൻ കഴിയും, പക്ഷെ അള്ളാഹുവിന്റെ വഹയും റിസാലത്തും എത്താതെ നമുക്കതിന് ബാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ പല ചർച്ചകളും നടന്നത് കാണാം. അപ്പൊ ഏതായാലും നമ്മൾ ഒരേ സമയം ആത്മീയമായിട്ട് ആളുകളെ പ്രചോദിപ്പിക്കുകയും അതേസമയം ദൈക്ഷണികമായിട്ട് ബുദ്ധിപരമായിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പൊ നിങ്ങളൊക്കെ വർക്ക് ചെയ്യണം, നിങ്ങൾ ടീച്ചേഴ്സാണ് എന്ന ധാരണയിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാരല്ലേ എന്നൊരു ധാരണയിൽ ഇരിക്കാതെ നമ്മൾ നിരന്തരം പുതിയ കിതാബുകൾ വായിക്കുകയും പുതിയ വായനകളിൽ നമ്മൾ പിന്നെ വ്യാപൃതരാകുകയും അതിന്റെ ഗുണം നമ്മുടെ പഠിതാക്കൾക്ക് ലഭിക്കാൻ ഉള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണം. നമ്മളിപ്പോ അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കളിൽ വിശ്വസിക്കുക, ഖദറുകളായിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കളിൽ വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പിന്നെ ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ, അള്ളാഹ്, മലക്ക്, യൗമുൽ ആഖിർ, ഖദർ, ഖളാ, ഇതിലൊക്കെയുള്ള വിശ്വാസം. നേരെ മറിച്ച് ഇൽമുൽ കലാമിന്റെ തന്നെ വേറൊരു സംഭവം, വേറൊരു പോർഷനാണ് ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനകത്തെ ദൈവശാസ്ത്രമാണല്ലോ. അതിൽ വേറൊരു പോർഷനാണ് നേച്ചുറൽ തിയോളജി. ആദ്യത്തെ സിസ്റ്റമാറ്റിക് തിയോളജി, രണ്ടാമത്തെ നേച്ചുറൽ തിയോളജി. നേച്ചുറൽ തിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ചലനം, എന്താണ് ഉണ്മ, പിന്നെ അതുപോലെ എന്താണ് സമയം, എന്താണ് സ്ഥലം, ഇതിനൊക്കെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പൊ എന്താണ് ഒരു വസ്തു, ആ വസ്തുവിന്റെ അടിസ്ഥാന ഘടകം എന്താ, ആറ്റമാണോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്വഭാവം എന്താണ്, വസ്തുക്കളൊക്കെ എന്നാണ് ചലിച്ചു തുടങ്ങിയത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. ഇതൊക്കെ റിയൽ ശാസ്ത്രമാണ്. ഇന്നിപ്പോ ഫിസിക്സ് ഒക്കെ ചർച്ച ചെയ്യുന്ന ഭാഗം തന്നെയാണത്. പക്ഷെ ഇസ്ലാമിക ലോകത്ത് ഇതെല്ലാം അഖീദയുടെയും ഇൽമുൽ കലാം ഭാഗമായിരുന്നു. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പിന്നെ വസ്തുക്കളുടെ സ്വഭാവങ്ങള്, ഇരുമ്പ്, കാന്തം, പിന്നെ പൂ വിടരുന്നത്, പിന്നെ ഇപ്പൊ സൂര്യകാന്തി പൂ സൂര്യനനുസരിച്ച് ചലിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ. ഇതൊക്കെ ഇത്തരം ചർച്ചകളെല്ലാം പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട, പ്രപഞ്ചത്തിലെ വസ്തുക്കൾ, അതിലെ പ്രതിഭാസങ്ങൾ, അതിന്റെ പെരുമാറ്റങ്ങൾ, ഇത് സംബന്ധമായ ചർച്ചക്ക് ദഖീഖുൽ കലാം എന്നാണ് പറയാം. അതായത് ഇന്നിപ്പോ ഫിസിക്സ് ഒക്കെ ഏറെക്കുറെ ചർച്ച ചെയ്യുന്ന ഏരിയ ആണത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചലനവുമായി ബന്ധപ്പെട്ടാണ്
അരിസ്റ്റോട്ടിലും ഒക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളത്. പഴയകാല ഗ്രീക്ക് തത്വചിന്തകരൊക്കെ എങ്ങനെ വസ്തുക്കൾ ചലിക്കുന്നു. കാരണം അവർ ജനിച്ച് വളരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ ചലിക്കുന്നതാണ്. മനുഷ്യന്മാർ ചലിക്കുന്നു, പിന്നെ സൂര്യൻ, ഭൂമി ഒക്കെ ചലിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. സൂര്യൻ തലക്ക് മുകളിലൂടെ അങ്ങനെ പോകുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. ആകാശചാരികളായ വസ്തുക്കൾ അത് തിളക്കമാർന്ന ചലനം, തിളങ്ങിയും കൊണ്ട് അത് തിളങ്ങുകയും ചെയ്യുന്നു, ചലിക്കുകയും ചെയ്യുന്നു, അങ്ങനെ അവർ കാണുന്നു. അപ്പൊ ഈ ചലനം എവിടുന്നുണ്ടായി എന്ന ചർച്ച, അതാണ് ദൈവത്തിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ പണ്ട് കാലം മുതലേ ഇത് ചലനം നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയല്ല. പിന്നെ ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു അസ്തിത്വം തുടക്കത്തിൽ ഉണ്ടാവണം. ആദ്യം ആ ആ അസ്തിത്വമാണ് നിലനിൽക്കുന്നത്, പിന്നെ ആ അസ്തിത്വമാണ് ബാക്കിയുള്ളതിനെയൊക്കെ ചലിപ്പിച്ചത് എന്ന് അരിസ്റ്റോട്ടിൽ വാദിച്ചു. ഇബ്നു സീനയെ പോലുള്ള ഇസ്ലാമിക ലോകത്തുണ്ടായ തത്വചിന്തകൻ എന്ത് പറഞ്ഞു? ചലനം അവിടെക്കട്ടെ, വസ്തു തന്നെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നിനെ കൊണ്ട് ഉണ്ടാവാനുള്ള ഗതികേടില്ലാതെ സ്വയം ഉണ്ടാവുന്ന ഒരു അസ്തിത്വം അതിന് കാരണമായിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുവിനും ഒരു തുടക്കമുള്ള എല്ലാ വസ്തുവിനും ഒരു കാരണമുണ്ട് എന്ന് നമ്മൾ പറയും. തുടക്കമുള്ള എല്ലാ വസ്തുവിനും ഒരു കാരണമുണ്ട്. അപ്പൊ കാരണമില്ലാതെ ഒരു വസ്തു ഉണ്ടാവില്ല എന്നുള്ള. പക്ഷെ അള്ളാഹു കാരണമില്ലാതെയാണ് ഉള്ളത്. അള്ളാഹു ഉണ്ടായത് എന്ന് അള്ളാഹിനെ കുറിച്ച് പറയാൻ കഴിയില്ല. അള്ളാഹു ആണ് പരമമായ ഉണ്മ. അപ്പോ മറ്റുള്ള ഒന്നിന്റെ കാരണത്താൽ ഉണ്ടാവേണ്ട ഗതികേടില്ലാത്ത ഒരേ ഒരു അസ്തിത്വം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അള്ളാഹ് എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിന് പേരിട്ടിട്ട് പിന്നെ അതിന് കുറെ വിശേഷണങ്ങൾ കൊടുക്കല്ലേ ചെയ്യുന്നത്. പ്രപഞ്ചം മൊത്തം നമ്മൾ എടുക്കുമ്പോൾ പിന്നെ ഒരു വസ്തുവും ഇവിടെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ഉണ്ടായിട്ടില്ല. ഒരു വസ്തുവും സ്വയം പൊട്ടി വീണില്ല. എന്തെങ്കിലും കാരണത്താൽ, ഒന്നെങ്കിൽ മനുഷ്യന്മാരുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ വന്ന് വീഴുന്നു, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് വിത്ത് പൊട്ടി വെച്ചുണ്ടാവുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം, ഒന്നോ അല്ലെ അതിലധികമോ കാരണം മൂലമായിട്ടാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. നമ്മൾ എന്ത് തന്നെ എടുത്തു നോക്കിയാലും മറിച്ചും നമുക്കൊരു സംഭവം കാണാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആദ്യം ഉണ്ടായ വസ്തു എന്താണെന്നുള്ള ഒരു ചർച്ച അവിടെ വരും. ആ ചർച്ചക്ക് മറുപടി ആയിട്ടാണ് നമ്മൾ പറയുന്നത് ആദ്യമുണ്ടായ അസ്തിത്വത്തിന് മറ്റൊന്നിന്റെ കാരണത്താൽ ഉണ്ടാവേണ്ട ഗതികേടില്ലാത്തൊരു അസ്തിത്വമായിരിക്കും അത്. അങ്ങനെ ആകുമ്പോഴേ അത് ദൈവമാവുള്ളൂ. അങ്ങനെ ഒരു അസ്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുകയും ലോജിക്കലി നമ്മൾ മനസ്സിലാക്കുകയും എന്നിട്ട് അതിനെ നമ്മൾ അള്ളാഹ് വിളിക്കുകയും ചെയ്തതാണ്. അതിനെയാണ് നമ്മൾ അള്ളാഹായിട്ട് മനസ്സിലാക്കുന്നത്. നിങ്ങളെ കയ്യിലൊരു 100 ഉണ്ട്. ആ 100 ആരാ തന്നത്? അത് വേറെ ആൾ തന്നു. അതാരെ തന്നു? അത് വേറെ ആൾ തന്നു. അതാരെ തന്നു? അത് മറ്റാൾ തന്നു. അങ്ങനെ അത് നിൽക്കാതെ പോവാന്ന് സങ്കല്പിക്കുക. അതിന്റെ അർത്ഥം ഈ 100 അങ്ങ് കിട്ടിയിട്ടില്ല എന്നാണ്. കാരണം എന്താ? തൊട്ട് മുമ്പത്തെ ആള് സമ്മതിച്ചാലേ അടുത്ത ശേഷമുള്ള ആൾക്ക് ഈ പൈസ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മറ്റൊരാളുടെ അടുത്തുനിന്ന് കിട്ടേണ്ട ഗതികേടില്ലാത്ത ഒരാൾ സ്വയം പോക്കറ്റിൽ എടുത്തു തന്നിട്ടുണ്ടാവും എന്നാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെ അള്ളാഹു അൺകോസ്ഡ് കോസ് ആണ്. മറ്റൊന്നിന്റെ കാരണത്താൽ ഉണ്ടാവേണ്ട ഗതികേടില്ലാതെ സ്വയം ഉണ്ടാവാൻ കഴിയുന്ന അസ്തിത്വത്തെയാണ് നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുന്നത്, സ്വയം ഉള്ള അസ്തിത്വം. അപ്പൊ അതങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അതിന് വിളിക്കണം. അപ്പൊ ഏതായാലും ഈ ചർച്ചകളൊക്കെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ചലനം, വസ്തുക്കളുടെ സ്വഭാവം, പെരുമാറ്റം, പിന്നെ ഖരം, ദ്രാവകം, വാതകമാണ്, പിന്നെ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ നമ്മൾ പറയലുണ്ടല്ലോ, ഒന്നുകിൽ ഖരായിരിക്കും, അല്ലെങ്കിൽ ദ്രാവകമായിരിക്കും, അല്ലെങ്കിൽ വാതകമായിരിക്കും. പിന്നെ വെള്ളത്തിന്റെ സ്വഭാവം, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ പഴയ കാലത്ത് മുസ്ലിം ഫിലോസഫർമാർ നടത്തിയ ചർച്ചകളാണ്. അവരും ഇങ്ങനെ പല ചർച്ചകളും നടത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ രീതിയെക്കുറിച്ചും. ഇതൊക്കെ ശാസ്ത്രമായിരുന്നു. ഈ ശാസ്ത്രത്തിലെ ഒരു ഭാഗം തന്നെയായിരുന്നു ദൈവശാസ്ത്രവും എന്നുള്ളതാണ്. ഇന്നിപ്പോ ദൈവശാസ്ത്രം വേറെയും ഇൽമുൽ കലാമൊക്കെ വേറെയും ആധുനിക ശാസ്ത്രം എന്നുള്ളത് വേറൊരു സംഭവമാണ്. അത് വളരെ മെറ്റീരിയലിസ്റ്റ് ആണ്, ഭൗതികതയിൽ അധിഷ്ഠിതമാണ്. ഭൗതികമായ വസ്തുക്കളെ കുറിച്ച് മാത്രം മനസ്സിലാക്കുന്നതിനാണ് ഇന്ന് ശാസ്ത്രം എന്ന് പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്, മനസ്സിലാക്കുന്നതും വ്യവഹരിക്കപ്പെടുന്നതും. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തൊക്കെ ഇത് മൊത്തം ശാസ്ത്രമായിരുന്നു. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഐസക് ന്യൂട്ടൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റിയെ കുറിച്ച് വിശദമായ കാര്യങ്ങൾ കണ്ടെത്തി. ഐസക് ന്യൂട്ടൺ ആണ് പ്രപഞ്ചം, ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു, അതിന്റെ ഗ്രാവിറ്റിയുടെ അളവൊക്കെ, പിന്നെ ഗുരുത്വാകർഷണ ബലത്തിന്റെ അളവൊക്കെ കണക്ക് ചെയ്ത് തെളിയിച്ചൊരു വ്യക്തിയാണ് ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ ഇല്ലാതെ ആധുനിക ശാസ്ത്രമില്ല. ഈ ഐസക് ന്യൂട്ടൺ പറഞ്ഞത് സൂര്യൻ നടുവിൽ നിൽക്കുന്നു, സൂര്യൻ നമ്മളെ വിരലാണ് സങ്കല്പിക്കുക. ഈ വിരല് വന്ന് ഒരു നൂല് കെട്ടിയിട്ട് അതിന്റെ അറ്റത്തൊരു കല്ല് കെട്ടിക്കഴിഞ്ഞാൽ ഈ വിരലിങ്ങനെ കറക്കുന്നതിനനുസരിച്ച് ഈ കല്ലിങ്ങനെ കറങ്ങുമല്ലോ. അതിന്റെ ആ സെന്ററിൽ നിന്നും വേർപെടാതെ ആ നൂലിന്റെ കണക്ഷൻ ഉപയോഗിച്ചിട്ട് കല്ലിങ്ങനെ വിരലിന് ചുറ്റും കറങ്ങുമല്ലോ.
ഇതുപോലെ പിന്നെ കൃത്യമായൊരു കേന്ദ്രത്തെ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ ഭൂമി കറങ്ങുന്നത്. സൂര്യനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഭൂമി കറങ്ങുന്നത്. അപ്പൊ ഈ കറക്കം, സൂര്യനോട് ഈ ഭൂമിക്ക് ഈ ആകർഷണം എങ്ങനെ വന്നു? അത് ദൈവം അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ശക്തിയാണ്, ഒരു ബലമാണ് അതിനെ പിടിച്ചു നിർത്തുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു, ഐസക് ന്യൂട്ടൻ ഒരു വിശ്വാസിയായിരുന്നു, ക്രിസ്തീയ വിശ്വാസിയായിരുന്നു ഐസക് ന്യൂട്ടൻ. അപ്പൊ അങ്ങനെ പ്രപഞ്ചത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിലൊരു രസകരമായ ഒരു കാര്യം, നിങ്ങളൊക്കെ ഇലോൺ മസ്കിനെ കേട്ടിട്ടുണ്ടാവും. ഇലോൺ മസ്ക് സ്പേസ് എക്സിന്റെ മുതലാളി അല്ലെ? അതുപോലെ ബഹിരാകാശ ടൂറും ഒക്കെ സംഘടിപ്പിക്കാൻ, ബഹിരാകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ ഒരു വലിയൊരു ലോക പ്രശസ്തനായ വ്യക്തിത്വമാണ് ഇലോൺ മസ്ക്. മൂപ്പര് വിശ്വസിക്കണം എന്താ വെച്ചാല് നമ്മളല്ല യഥാർത്ഥ യാഥാർത്ഥ്യം എന്നാണ്. നമ്മൾ സിമുലേറ്റഡ് റിയാലിറ്റി എന്നാണ് പറയുന്നത്. അതായത് വേറെ ഏതെങ്കിലും പിന്നെ വേറെ ഏതെങ്കിലും ഗാലക്സിയിലുള്ള, പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്, കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. ഓരോ ഗാലക്സിയിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ നമുക്ക് കണ്ടു കാണപ്പെട്ടതിൽ ഏറ്റവും ഭൂമിയോട് അടുത്ത് നിൽക്കുന്നതാണ് സൂര്യൻ. നമുക്കറിയാം, സൂര്യനേക്കാൾ 100 മടങ്ങോ 1000 മടങ്ങോ ഒക്കെ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പക്ഷെ നമുക്കത് ദൃശ്യമാവുന്നത് രാത്രിയാന്ന് മാത്രമേ ഉള്ളൂ. സൂര്യൻ അടുത്ത് കിട്ടുന്നതുകൊണ്ട് നമ്മൾ കാണുന്നു, സൂര്യന്റെ വെളിച്ചം കൊണ്ട് നമ്മൾ ബാക്കിയുള്ളതിനെ കാണുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശത്ത് കാണുന്നു. ഈ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറിയൻ ആണെന്നൊക്കെ പറയാം. അപ്പൊ ഈ സൂര്യൻ ഭൂമിയുടെ 8 ലക്ഷം മടങ്ങ് വലിപ്പമുണ്ട്. 8 ലക്ഷം ഭൂമി വെച്ചാലേ ഒരു സൂര്യന്റെ വലിപ്പമാവും. അപ്പൊ ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗാലക്സികൾ വേറുണ്ട്. ഒരു ഗാലക്സിയിൽ നൂറുകണക്കിന് കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലും വിദൂരമായ ഗാലക്സിയിലുള്ള ഏതെങ്കിലും ജീവികൾ ഉണ്ടാക്കിവിട്ട പടപ്പുകളെക്കാരം നമ്മൾ എന്നാണ് ആര് പറയുന്നത്? ഇലോൺ മസ്ക് പറയുന്നത്. അപ്പൊ ഏതുപോലെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഫോട്ടോഷോപ്പിൽ ഒരാളുണ്ടാക്കുമല്ലോ, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിലൊരാളുണ്ടാക്കുമല്ലോ, ആൾക്കാരുണ്ടാക്കുമല്ലോ. അപ്പൊ ശരിക്ക് റിയാലിറ്റി നമ്മളാണല്ലോ, മറ്റേ നമ്മൾ ഉണ്ടാക്കിയ റിയാലിറ്റി ആണല്ലോ. എന്നതുപോലെ നമ്മൾ മനുഷ്യന്മാരെ വേറെ ഏതെങ്കിലും ഗാലക്സിയിലുള്ള ആൾക്കാർ, നമ്മളെക്കാൾ ടെക്നോളജിയിൽ വളരെ ഉന്നതരായ ആൾക്കാർ ഉണ്ടാക്കിയതേക്കാരം. നമ്മളിപ്പോൾ ടെക്നോളജിയിൽ ഉഷാറായതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോഷോപ്പും വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാരൊക്കെ വിശ്വാസ ജീവികളാണ്. എന്തെങ്കിലും ഒരു അൾട്ടിമേറ്റ് കൺസേൺ ഇല്ലാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലും തങ്ങളെക്കാൾ ശക്തിയുള്ള, തങ്ങളെക്കാൾ പരമമായ, തങ്ങളെക്കാൾ അതീന്ദ്രിയമായ എന്തെങ്കിലും ഒരു ശക്തിയിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് മനുഷ്യർക്ക് ഫിലോസഫിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഇലോൺ മസ്കിന്റെ ഒരു വിശ്വാസമാണത്. സമാനമായ വിശ്വാസമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ഇന്നിപ്പോ AI യുഗം കൂടിയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, AI വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് ആദ്യകാലത്ത് ഇമാമുമാരൊന്നും ചെയ്തതുപോലുള്ള വിജ്ഞാന പ്രസരണം, വിജ്ഞാന ഉൽപാദനം നമുക്ക് സാധ്യമല്ല. കാരണം അന്നത്തെ ഹദീസുകൾ, ആയത്തുകളൊക്കെ അത് കണ്ടമാനുണ്ട്. അതൊക്കെ എല്ലാം അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ, പിന്നെ കുറെ നഷ്ടപ്പെട്ടതുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നതുകൊണ്ടാണ് നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും ഇജ്തിഹാദ് ചെയ്തെടുക്കേണ്ട കഴിയില്ല, അത് ആ ഏരിയ അടഞ്ഞുപോയി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇനിയിപ്പോ AI ഒക്കെ വരുമ്പോൾ AI സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യും? അതിന്റെ ഭാഷ ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഉസൂൽ ഹദീസും ഉസൂൽ ഫിഖും ഖുർആനും ഹദീസും ആയത്തും ഇതെല്ലാം കൂടി വിശകലനം ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ശേഷി AI ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് വരാൻ പോകുന്നു. അതുപോലെ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് വരാൻ പോകുന്നു. AGI ASI ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ അപ്പൊ ഇത് മനുഷ്യന്മാരെ പോലെ ആയി മാറുമോ എന്ന ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. മനുഷ്യന്മാരെ അത് തുടച്ചു നീക്കും ഭൂമിയിൽ നിന്നും. പക്ഷെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. മനുഷ്യനെ പോലെ തക്ലീഫ് അതിനുണ്ടാവൂലേ? അതുണ്ടാവുമോ? മനുഷ്യൻ ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടല്ലോ. അപ്പൊ അള്ളാഹിനോട് നിസ്കരിക്കാനും നോമ്പൊലിക്കലൊക്കെ നമുക്ക് ബാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ AIക്ക് തക്ലീഫ് ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും അതിന്റെ രൂപം? അപ്പൊ AIക്ക് ചിന്താശേഷി ഉണ്ടെങ്കിലും AIക്ക് എന്തില്ല? അമാനത്തു ഖിലാഫത്തൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരാളെ വഞ്ചിക്കരുത്, പറ്റിക്കരുത്, ഇതൊന്നും അതിന്റെ ബോധത്തിലില്ല. അതിന് പ്രോഗ്രാം ചെയ്ത് കൊടുത്തത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്, അതിന്റെ അസലിൽ ഇല്ല എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ലോകത്ത് ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ഇത്തരം ചർച്ചകളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്.
മനുഷ്യൻ ഇല്ലാതാവാൻ പോവാണ്, AI വന്ന് ലോകം ഭരിക്കാൻ പോവാണ്, റോബോട്ടുകൾ വന്ന് ലോകം ഭരിക്കാൻ പോവാണ്. അങ്ങനെയുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, അതുപോലെ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ള ചർച്ചകളിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോ പിന്നെ ഇന്ന അർളനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന യഹ്മിൽനഹ വഅഷ്ഫഖന മിൻഹ ഫഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളലൂമൻ ജഹൂല എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. അള്ളാഹു ഈ അമാനത്തും ഖിലാഫത്തും, നന്മയും സത്യസന്ധതയും നീതിയൊക്കെ ഭൂമിയിൽ പ്രചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അള്ളാഹു അള്ളാഹു പറയണം, അത് ആകാശങ്ങൾക്കും ഭൂമിക്കും മലകൾക്കൊക്കെ അള്ളാഹു ഈ ഉത്തരവാദിത്വം കൊടുത്തു. പക്ഷെ അവരൊക്കെ ഭയന്ന് പിന്മാറി. അങ്ങനെ മനുഷ്യൻ അത് ഏറ്റെടുത്തു. അപ്പൊ അത് ഏറ്റെടുത്ത ജീവിയാണ് മനുഷ്യൻ. അപ്പൊ ഒരിക്കലും AIക്ക് അതുപോലെ ആവാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ട് എങ്ങനെ ആവാൻ കഴിയില്ല എന്നൊക്കെയുള്ളത് നമ്മൾ ആളുകൾക്ക് വ്യക്തമാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. എങ്ങോട്ടാണ് AI എത്തുക എന്നറിഞ്ഞിട്ടേ നമുക്ക് ആ വിശദീകരണങ്ങളൊക്കെ കൂടുതൽ നൽകാൻ കഴിയുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിസ്റ്റമാറ്റിക് തിയോളജി ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം അങ്ങനത്തെ. അപ്പോ അതിനോടൊപ്പം തന്നെ നമ്മൾ നന്നായി വായിക്കുകയും കോഴ്സുകളിലൊക്കെ ചേരുകയും അതനുസരിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ശക്തിയും കഴിവൊക്കെ നമ്മൾ ആർജിക്കുകയും ചെയ്യണം. ഇപ്പൊ ആഫാത്തുൽ ലിസാൻ നമ്മളെ സിലബസിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആഫാത്തുൽ ലിസാൻ എന്ന ഗ്രന്ഥം ഏറ്റവും കൂടുതൽ പ്രസക്തമാവുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ലിസാന് മാത്രല്ല അവിടെ വിഷയം, നമ്മളിപ്പോ ഉപയോഗിക്കുന്ന മീഡിയ, സോഷ്യൽ മീഡിയ, അതിനൊക്കെ ഈ ആഫാത്തുൽ ലിസാനിൽ പഠിക്കുന്ന നിയമങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ഫൽയഖുൽ ഖൈറൻ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത് എന്നാണല്ലോ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഖൈറ് പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. പറയുകയാണെങ്കിൽ ഖൈറ് മാത്രം പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോ വർത്തമാനത്തിലൊക്കെ അത് അപ്ലൈ ചെയ്താലും സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ വളരെ പരാജയമാണ്. ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ, അധാർമിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരലോകത്ത് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനിൽ മുഫ്ലിസു, എല്ലാം തകർന്ന് തരിപ്പണമായ പാപ്പരായ മൊത്തം നഷ്ടം സംഭവിച്ച ആളാരാന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോ സാബികൾ അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി മറ്റുള്ളവരെ പരദൂഷണം പറഞ്ഞതുകൊണ്ട് ഓന്റെ മോശം അമലൊക്കെ, ഓന്റെ നല്ല അമലുകളൊക്കെ മറ്റാൾക്ക് കൊടുക്കുകയും പരദൂഷണം പറയപ്പെട്ട ആൾക്ക് കൊടുക്കുകയും അയാളുടെ ചീത്ത അമലൊക്കെ ഇവന് കിട്ടുകയും ചെയ്തു. പിന്നെ അവന് ഒന്നും ബാക്കിയില്ലാതെ അവൻ നരകത്തിലേക്ക് പോകേണ്ടി വന്നു. അവനാണ് പാപ്പരായ മനുഷ്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ലോകത്ത് നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ നമ്മളൊരു നെഗറ്റീവ് സംഭവം കിട്ടിയാൽ, ഇപ്പൊ ഒരു പെൺകുട്ടി ചാടിപ്പോയി നട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മോശം കാര്യങ്ങൾ കിട്ടും, നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക? നമ്മൾ വേഗം ഷെയർ ചെയ്ത് കൊടുക്കും, കുടുംബ ഗ്രൂപ്പിലേക്കോ പ്രാസ്ഥാനിക ഗ്രൂപ്പിലേക്കോ. എന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാപ്ഷൻ കൊടുക്കും. അപ്പൊ ആ ഗ്രൂപ്പിൽ 800 1000 ആൾക്കാരുണ്ടാവും. അവരും ഇതേപോലെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എന്തെങ്കിലും ഒരു ഹൈറ് ഉണ്ടാവില്ല, മറിച്ച് ഷെറേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ആ തെറ്റ് ചെയ്ത ആൾ ചിലപ്പോ ആ തെറ്റിൽ നിന്നും മടങ്ങിയേക്കാം അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും. പക്ഷെ നമ്മൾ അയച്ച മെസ്സേജ് അങ്ങനെ കിടക്കും. നമ്മളൊരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ വാട്സപ്പിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, നമ്മള് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ലൈക്ക് അടിക്കും, ഷെയർ ചെയ്യും അല്ലേ? പക്ഷെ മറ്റുള്ളവരുടെ അഭിമാനത്തിനായിരിക്കും നമ്മൾ കളങ്കം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോ ആഫാത്തുൽ ലിസാൻ എന്ന ആ പാഠഭാഗം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളാണ്, സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അനാവശ്യമായ ഒരുപാട് എന്റർടൈൻമെന്റിലൂടെ മനുഷ്യന്മാർ പോകും. അപ്പോൾ അമിതമായ എന്റർടൈൻമെന്റ് മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. അതും കുട്ടികളോട് പറഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഴയ പോലെ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ പട്ടിണിയും പരിവട്ടവും ഇഷ്ടമുള്ളത് അപ്പൊ തന്നെ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫുഡോ അല്ലെങ്കിൽ വസ്ത്രമോ, ഇപ്പൊ പെരുന്നാൾക്ക് മാത്രമേ പുതുവസ്ത്രം കിട്ടുള്ളൂ, പെരുന്നാൾക്ക് മാത്രമേ ചിലപ്പോൾ ബിരിയാണി കിട്ടുള്ളൂ. പണ്ടൊക്കെ ഉള്ള സിറ്റുവേഷൻ അതായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ കിട്ടുന്ന സാധനത്തിന് നല്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ടായിരുന്നു, ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ. ഇന്നിപ്പോ അതല്ല. ഇന്നിപ്പോ
ഓരോ 30-40 സെക്കൻഡിൽ നമുക്ക് പുതിയ ഷോർട്സ് നമ്മുടെ മുമ്പിൽ വരികയാണ്. പുതിയ എന്റർടൈൻമെന്റ്, പുതിയ കളി, പുതിയൊരു പാട്ട്. ഇതിങ്ങനെ വന്ന് വന്ന് നമ്മുടെ തലച്ചോറിന് ശീലമായി കഴിഞ്ഞത്. ഓരോ 30-40 ഓരോ മിനിറ്റിലോ 1.5 മിനിറ്റിലോ എന്ത് നമുക്ക് കിട്ടണം? ചിരിക്കാനുള്ള, സന്തോഷിക്കാനുള്ള, രസിക്കാനുള്ള ഒരു വക ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന്റെ തലച്ചോറ് മാറി. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഇഷ്ടമുള്ള ഫുഡ് കിട്ടിയാലൊന്നും പഴയ പോലെ ഒരു ത്രില്ലില്ല. അപ്പോ പഠിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു, തീരുമാനം എടുക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. പിന്നെ ഒരു 40 മിനിറ്റും വലിയ അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് ഒരു ക്ലാസ് കേൾക്കാനോ പുസ്തകം വായിക്കാനുള്ള ക്ഷമ കിട്ടാതാവുന്നു. കാരണം 30-40 സെക്കൻഡൊക്കെയാണ് ഷോർട്സിന്റെ ഒരു സ്പാൻ എന്ന് പറഞ്ഞാല്, ഒരു ഡ്യൂറേഷൻ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലേക്ക് പോകണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ മാറും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷിയൊക്കെ അല്ലെ. ഇപ്പൊ പിന്നെ അയ്യുഹൽ വലതിലൊക്കെ ഉണ്ടല്ലോ, വക്കനബി വൽബൂസിൻ വാദിന കൂത്തി വഫർ വലി ജംഇ വലിയ കൂത്തി, അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എന്തും വാങ്ങിത്തരുന്ന ഉപ്പ, സ്നേഹനിധിയായ ഉമ്മ, എല്ലാ നിലക്കും പിന്നെ എന്തെല്ലാം നല്ല എല്ലാ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ്, ഇതൊക്കെ ഉള്ള കുട്ടികളും ചിലപ്പോൾ എക്സൈറ്റഡ് ആവുന്നില്ല. അങ്ങനെയുള്ളൊരു കഥ മുമ്പ് ഒരു എഴുത്തുകാരൻ പറഞ്ഞിരുന്നു. അയാളുടെ മോള് പരാതി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വാപ്പിയില്ല. ഇപ്പൊ അടുത്ത് ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ അതിനെ കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരുന്നു. ഞാൻ ഹാപ്പി അല്ല. സ്കൂളിൽ സെയിം പീരിയഡ്, സെയിം ടീച്ചേഴ്സ്, സെയിം ഫ്രണ്ട്സ്, അതുപോലെ സെയിം. അപ്പോൾ ആ കുട്ടീന്റെ ഏട്ടൻ കളിയാക്കി പറഞ്ഞ സെയിം വാപ്പ സെയിം ഉമ്മ, അപ്പൊ നിനക്ക് ഞങ്ങളൊക്കെ മടുത്തൂലേന്ന് ചോദിച്ചപ്പോ ആ കുട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് മടുത്തല്ല, ഞാൻ ഹാപ്പി തന്നെയാണ്, പക്ഷെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല. പഴയ പോലെ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അന്നത്തെ ഒരു രസം, അന്നത്തെ ഒരു പ്രതീക്ഷ അത് കിട്ടുന്നില്ല. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ നിലക്കും ഒരു ചാലഞ്ചും ഇല്ലാതെ, ഒരു സങ്കടങ്ങളും ഇല്ലാതെ എന്തും വാങ്ങിത്തരുന്ന ഉപ്പ, എന്തും വിട്ടുതരുന്ന ഉമ്മ, അതുപോലെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പിന്നൊന്നും ആസ്വദിക്കാൻ പറ്റാതാവും. കാരണം വേദന ഉണ്ടെങ്കിലേ സുഖങ്ങൾ ആസ്വദിക്കാൻ പറ്റൂ. അപ്പൊ ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി, ഇപ്പോ വക്കനാബി മൽബൂസിയും അതിനാ പൂത്തിയൊക്കെ ആ വൈത്തൊക്കെ പാടുമ്പോൾ നമുക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോ പുതിയ കാലത്തെ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി വായിക്കണം, കോഴ്സുകളൊക്കെ ചെയ്യണം, നന്നായി പഠിക്കണം. നമ്മൾ അധ്യാപകരാണെന്ന് കരുതിയിട്ട് നമ്മൾ പഠനം നിർത്തരുത്. നമ്മൾ പഠിതാക്കൾ കൂടിയാണ്. നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ 5-10 മിനിറ്റ് കൊണ്ട് ചോദിച്ചു തീർക്കാം. പിന്നെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.